2000 രൂപ. അങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് ആദ്യമായിട്ട് എനിക്ക് പൈസ കിട്ടി. ഒരു 2 മാസത്തെ പൈസ ഒരുമിച്ചാണ് കയറിയത്, ഒറ്റ മാസത്തെ പൈസയായിട്ടല്ല കയറിയത്. അപ്പം നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം, എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ. ഹായ്, എൻ്റെ പേര് അരുൺ. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഒരു 3 വർഷമായി ഇപ്പം ഡ്രോയിങ് തുടങ്ങിയിട്ട്. ഞാനിപ്പോൾ ഇന്ന് ATM വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ പൈസ എടുക്കാൻ വേണ്ടിയാണ്. ആദ്യമായിട്ട് കിട്ടിയ പൈസയാണ്. പൈസ എന്ന് പറയുമ്പോൾ ഒരുപാട് പൈസയൊന്നും ഇല്ല, ഒരു 2500 രൂപയാണ് കയറിയിരിക്കുന്നത്. നിങ്ങൾക്ക് പക്ഷെ അത് കേൾക്കുമ്പോൾ ഒരു ചെറിയ തുകയാണെങ്കിലും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് 3 വർഷം കൊണ്ട് നേടിയെടുത്തൊരിതാണ്. ഒരു അച്ചീവ്മെൻ്റ് ആണെന്ന് പറയാം. ഇതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടം വരെ എത്തിയതിൽ. ഇപ്പം ഈ പൈസ കിട്ടുന്ന തന്നെ, ഇപ്പം പൈസ കിട്ടുമെന്ന് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പൈസ കിട്ടും, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ കിട്ടും, കുറേ മോണിറ്റൈസ് ആവുമെന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊക്കെ തെറ്റാണ്. ഫേസ്ബുക്കിൽ നിന്ന് മോണിറ്റൈസ് ആവാറുണ്ട്. ഫേസ്ബുക്കും യൂട്യൂബും. ഞാൻ യൂട്യൂബ് കുറേ നോക്കിയിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് മോണിറ്റൈസ് ആയത് ഫേസ്ബുക്കാണ്. ഒരുപാട് പൈസയൊന്നും കിട്ടും. ഞാനിപ്പോൾ ഒരു 2 മാസത്തെ പൈസയാണ് ഇപ്പം ഈ $25 ആകുമ്പോഴാണ് നമുക്ക് പൈസ എടുക്കാൻ പറ്റുന്നത്. ആ പൈസയാണ് വന്നിരിക്കുന്നത്. നമുക്ക് പോയി എടുത്താലോ? പൈസ പോയി എടുക്കാം, വാ. നമ്മൾ ഈ കാക്കനാട് ATM നിന്നാണ് പൈസ എടുക്കുന്നത്. ഫസ്റ്റ് പൈസയാണ്. നല്ല പാടാണ് ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടാനൊക്കെ. കഴിഞ്ഞ് നമുക്ക് ഈ ATM നിന്ന് പൈസ എടുക്കാം. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ഇടാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പിന്നെ അടിക്കാം. വിഡ്രോവൽ 2500 രൂപ വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് 500 അവിടെ ഇട്ടിട്ട് 2000 എടുക്കാം. പൈസ തരുന്നുണ്ട്, വാ ഇങ്ങോട്ട് വേണേലും. യെസ്, ഇങ്ങനെ കാർഡ് പോക്കറ്റ് വെക്കാം. പൈസ എണ്ണി കാണിക്കാം. 1000, 1500, 1600, 700, 500, 900, 1000. 2000 രൂപ നമുക്ക് ഫസ്റ്റ് ഫേസ്ബുക്കിലെ പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഇത്ര സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനിയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഓക്കെ, വീഡിയോക്കകത്ത് കണ്ട പോലെ തന്നെ ATM പോയി പൈസയൊക്കെ എടുത്തു. $25 കയറിയത്. അത് അവരുടെ ടാക്സ് ഒക്കെ പിടിച്ചിട്ട് ബാക്കി നമുക്കൊരു 2000-2500 രൂപ അക്കൗണ്ടിലോട്ട് ഇട്ട് തരും. എനിക്ക് 2 മാസം കൂടെ ഒരുമിച്ച് കയറിയതുകൊണ്ട് 2500 രൂപ കയറിയിട്ടുണ്ട് പൈസ. അത് ഞാൻ 500 രൂപ അതിനകത്ത് ഇട്ടിട്ട് ബാക്കി 2000 രൂപ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങളുണ്ടായിരിക്കും എന്നോട് ചോദിക്കാനായിട്ട്. എങ്ങനെയാണ് ഫേസ്ബുക്കിൽ എങ്ങനെയാണ് മോണിറ്റൈസ് ആവുന്നത്, എങ്ങനെയാണ് പൈസ കിട്ടുന്നത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കും. ഫസ്റ്റ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, സ്റ്റോറി ഇടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലായിട്ട് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഫേസ്ബുക്ക് അക്കൗണ്ട് പബ്ലിക് അക്കൗണ്ട് ആക്കുക. പ്രൈവറ്റ് ആക്കാതെ പബ്ലിക് ആക്കുക. പിന്നെ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുക. ഫേസ്ബുക്ക് നമ്മളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുക ഫസ്റ്റ്. അത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ആക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്തവർക്ക് അങ്ങനെ പറ്റും. അല്ലെങ്കിൽ ഫേസ്ബുക്ക് സെറ്റിങ്സിൽ തന്നെ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കാൻ പറ്റും. അങ്ങനെ ആക്കിയിടുക. ഫസ്റ്റ് അങ്ങനെ ആക്കിയിടുക. ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് ആക്കിയിട്ടിരുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ പോലും കയറാത്ത ഒരാളായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഫേസ്ബുക്കിൽ പോലും ഞാൻ കയറാറില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ദീപാങ്കുരൻ ഇങ്ങനെ, നീ ഇപ്പോഴും ഫേസ്ബുക്കിലാണോ, ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അഡിക്റ്റ് ആയിപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടൈമിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയതാണ്. അപ്പം ചുമ്മാ ഫോട്ടോസൊക്കെ ഇടാറേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഡ്രോയിങ് ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി. 3 വർഷമായി ഡ്രോയിങ് തുടങ്ങിയിട്ട്. ഞാൻ കുറേശ്ശെ ഡെയിലി ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരു ലെവലിലെത്തി. ഡ്രോയിങ്, പോർട്രേറ്റ്, പെൻസിൽ പോർട്രേറ്റ് വരയ്ക്കാൻ തുടങ്ങി, ഓർഡർ എടുക്കാൻ തുടങ്ങി. അങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഫോട്ടോ ഞാൻ പബ്ലിക്കിൽ പോകുമ്പോഴും പിന്നെ ട്രെയിനകത്ത് നിൽക്കുമ്പോഴൊക്കെ കുറേ പേരെ ഞാൻ ഹാപ്പിയാക്കി. വീഡിയോ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് അക്കൗണ്ട് റീച്ച് ആയിക്കൊണ്ടിരുന്നു, വീഡിയോസും റീച്ച് ആയിക്കൊണ്ടിരുന്നു. അതുവഴി എനിക്ക് ഓർഡർ വരാൻ തുടങ്ങി. എനിക്ക് ഈ 9 to 5 ജോബിനോട് താല്പര്യമില്ല. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ച്
ജോലിയൊക്കെ മേടിച്ച് ഒരു ഓഫീസിൽ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ ഞാൻ റിസൈൻ ഇട്ട് എനിക്ക് എൻ്റെ ഞാൻ പാഷനായിട്ടുള്ളത് ഈ ഡ്രോയിങ്ങിലാണ്. അപ്പം അതിനകത്തോട്ട് തന്നെ ഇറങ്ങാം, എനിക്ക് അത് മതി എന്നുള്ളൊരു ഇതിൽ ഞാൻ അതിനകത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ജോലിയൊക്കെ റിസൈൻ ഇട്ട് ഡ്രോയിങ്ങായിട്ട് ഇറങ്ങി ഒരു 2 വീക്സിനുള്ളിൽ തന്നെ എനിക്ക് ഓർഡറൊക്കെ കിട്ടി തുടങ്ങി. പിന്നെ ഞാൻ ഇതുവരെ ഫ്രീ ആയിട്ടിരുന്നിട്ടില്ല. എനിക്ക് എല്ലാ ദിവസവും വരയ്ക്കാനായിട്ട് ഓർഡർ ഉണ്ട്. ഞാൻ ഒരു ഡ്രോയിങ്ങൊക്കെ സാവധാനം കുറച്ച് വരയ്ക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കും. പിന്നെ ഈ സ്ട്രേഞ്ചേഴ്സിൻ്റെ വീഡിയോസ് എടുക്കും. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും മാത്രം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. യൂട്യൂബിൽ ഒരു സമയത്ത് നല്ല റീച്ച് ഉണ്ടായിരുന്നു, ഈ ഷോർട്സിനൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നു. നിങ്ങൾ യൂട്യൂബിലൊക്കെ ഷോർട്സ് ഇടുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക. ഒരു വീക്ക് 1-2 ദിവസം 3-4 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ആ റീച്ച് ഓട്ടോമാറ്റിക്കലി പുറകോട്ട് പോകും. പിന്നെ ആ റീച്ച് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. സത്യമായിട്ടും പറയാം, നിങ്ങൾ ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിൽ നല്ല റീച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻസ്റ്റയിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല വീഡിയോസൊക്കെ കയറുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും ഒരു വീഡിയോ കയറി കഴിഞ്ഞാൽ ബാക്കി വീഡിയോസൊക്കെ ആൾക്കാർ കയറി കാണും, അക്കൗണ്ടൊക്കെ കയറി കാണും. അങ്ങനെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിടുക എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമുമായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോസ്, ഷോർട്സ് ആയാലും ലോങ് വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റോറി ആയാലും ഏതായാലും ഇൻസ്റ്റയിൽ ഇടുന്ന ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിലോട്ട് വീണോളൂ. വേറെ കാര്യം എന്ന് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ കോപ്പിറൈറ്റ് അടിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടം പോലെ ഒരു 10-30 വീഡിയോസോളം കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് കോപ്പിറൈറ്റ് അടിക്കരുത്, ഇട്ട വീഡിയോ വീണ്ടും ഇടരുത് എന്നൊക്കെയാണ് പറയാറ്. ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പൈസയൊന്നും കിട്ടത്തില്ല, ഫേസ്ബുക്ക് മോണിറ്റൈസ് ആവത്തില്ല. ഞാൻ ഫേസ്ബുക്കിൽ കയറാറ് പോലും ഇല്ലായിരുന്നു. ഇൻസ്റ്റയിൽ ഒരു ദിവസം ഇഷ്ടം പോലെ വീഡിയോ ഇടുന്നു, അങ്ങനെ റീച്ചായി കൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ കയറി നോക്കിയപ്പോൾ ഫേസ്ബുക്കിലെ വീഡിയോസിനെല്ലാം നല്ല റീച്ചുണ്ട്. റീച്ചായി എൻ്റെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി നോക്കിയപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ എനേബിൾ എന്ന് പറഞ്ഞ് കാണിച്ചു. ഞാനത് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ നോക്കി ഫേസ്ബുക്കൊക്കെ കുറേ വീഡിയോസൊക്കെ നോക്കി. ഒന്നും എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫേസ്ബുക്ക് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ വന്നു കഴിഞ്ഞാലും മോണിറ്റൈസേഷൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് ചിലർക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ ആക്കുന്നതെന്ന് ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് അതിൻ്റെ അത് ഫില്ല് ചെയ്ത് വരുന്നത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ആ സംഭവം എന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സംഭവം പറഞ്ഞുതരാം. അങ്ങനെ ഒരു ദിവസം കയറി നോക്കി കഴിഞ്ഞപ്പോൾ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചു. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കി. പക്ഷെ പെട്ടെന്ന് ഒറ്റയടിക്ക് എനിക്ക് പേര് മാത്രം ആഡ് ചെയ്യാനേ പറ്റുള്ളൂ. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പരോ ഒന്നും എനിക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ ശരിക്കും വിഷമിച്ചു പോയി. പിന്നെ ChatGPT ഒക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെന്നെ ഇങ്ങോട്ട് പറയും എന്നുള്ള രീതിയിലിരുന്നു. പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് കയറാൻ തുടങ്ങി. നോക്കിയപ്പോൾ കുറേ കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ട്. അതൊന്നും പക്ഷേ വിഷയമായിട്ടൊന്നും വന്നിട്ടില്ല. മോണിറ്റൈസേഷൻ വിഷയമായിട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല ഇതുവരെ. കോപ്പിറൈറ്റ് അടിച്ചൊന്നും ചിലരുണ്ട്, ചില കള്ളന്മാർ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഡൗൺലോഡ് ആക്കിയിട്ട് അവന്മാരുടെ അക്കൗണ്ടിലിട്ട്. ഇതുകൊണ്ട് എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീഡിയോസും പിന്നെ കുറേ സ്ട്രേഞ്ചേഴ്സിൻ്റെ വരയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം വീഡിയോസ് ഒരു ഹിന്ദിക്കാരൻ എടുത്തിട്ട് അവൻ്റെ അക്കൗണ്ടിലിട്ടു. പക്ഷെ നിങ്ങൾ ശരിക്കും ആലോചിക്കണം, നമ്മുടെ വീഡിയോസൊക്കെ കുറേ പേരുടെ വീഡിയോസൊക്കെ എടുത്ത് മോഷ്ടിച്ച് അവൻ്റെ അക്കൗണ്ടിലിട്ട് അവൻ്റെ ഫോളോവേഴ്സ് കാണണം. അവർ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അവൻ റീച്ച് ആവുന്ന വീഡിയോ മാത്രം എടുത്ത് അവൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ആക്കും. ആ വീഡിയോ റീച്ച് ആവും. 1.1 മില്യൺ ഫോളോവേഴ്സ് അവനുണ്ട്. അവൻ സ്വന്തമായിട്ടൊരു വീഡിയോ എടുത്തില്ല, അവന് വരയ്ക്കാൻ വരത്തിലൊന്നുമില്ല. അവൻ ബാക്കിയുള്ളവരുടെ വീഡിയോ മോഷ്ടിച്ചിടും. അവന് 1.1 മില്യൺ ഫോളോവേഴ്സ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പേരുണ്ട് റീച്ച് ആവുന്ന വീഡിയോസ് മാത്രം എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ പെട്ടെന്നാണ് റീച്ച് ആവുന്നത്. ഫോളോവേഴ്സ് കയറുന്നതും പെട്ടെന്നാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇൻസ്റ്റക്കാട്ടിലും യൂട്യൂബിനെക്കാട്ടിലും ഒക്കെ ഇഷ്ടംപോലെ ഫോളോവേഴ്സ് കൂടുന്നത് അവിടെയാണ്. കുറേ പ്രായമുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അവർക്ക് വീഡിയോ എന്താണ്, ഫോട്ടോ എന്താണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അങ്ങനെ കുറേ പേരുണ്ട്. ഞാൻ പറഞ്ഞുതരാം. കുറേ പേരുണ്ട് ഫോട്ടോസ് ഇട്ടിട്ട് കമൻ്റ് ഇടുക, ക്യാപ്ഷൻ ഇടുക. ഈ ഫോട്ടോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, എൻ്റെ മകൻ വരച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരിടും. ഇഷ്ടം പോലെ കമൻറ്റുകളാണ് വരുന്നത്. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, വീഡിയോ ആണെന്ന് പോലും അറിയാം, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇടുന്നുണ്ട്. മനസ്സിലായി? അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ എൻഗേജ്മെൻ്റ് എന്ന് പറയും. ഫേസ്ബുക്കിൽ വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാർ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ വന്നാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. നിങ്ങളത് മനസ്സിലാക്കണം. വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും പൈസ കിട്ടത്തില്ല. സ്റ്റെപ്പായിട്ട് പറയാം. അപ്പം ഫസ്റ്റ് നിങ്ങൾ പറഞ്ഞല്ലോ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുക.
വീഡിയോസ് ഇടുക, ഫോട്ടോസ് ഇടുക. ഇൻസ്റ്റയിൽ വീഡിയോ ഇടുന്നവരാണെങ്കിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത്രയും ഉപകാരം. നേരെ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വീണോളും. കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ടോ എന്ന് കയറി നോക്കുക, നോട്ടിഫിക്കേഷന് വരും. കോപ്പിറൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷന് വരും. നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ഒന്നുകൂടെ ഒന്ന് അപ്ലോഡ് ആക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഡെയിലി വീഡിയോ ഇടുക എന്നുള്ളേ ഉള്ളൂ. ഇടുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും, ഞാൻ ശരിക്കും കണ്ടിട്ടില്ല എങ്ങനെയാണെന്ന്, ഞാൻ വീഡിയോ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് മാത്രമേ ഉള്ളൂ. നേരെ ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ മോണിറ്റൈസ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയും എല്ലാവർക്കും ആണെങ്കിലും എത്ര ഒരു 10, 300, 200 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തന്നെ, ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസ് ആക്കാവുന്ന പരിപാടിയേ ഉള്ളൂ. ഒരുപാട് ഫോളോവേഴ്സും ഒന്നും വേണമെന്നില്ല. നിങ്ങൾ ഡെയിലി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസ് ആവും. ആർക്ക് വേണമെങ്കിലും മോണിറ്റൈസ് ആകാം. ഞാൻ ഇഷ്ടംപോലെ പേരെ കണ്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ പേരെ കണ്ടിട്ടുണ്ട് വീഡിയോ മോണിറ്റൈസ് ആക്കുന്ന, അല്ല അക്കൗണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് മോണിറ്റൈസ് ആവുന്നത്. പക്ഷേ എല്ലാവർക്കും വേണമെങ്കിലും മോണിറ്റൈസ് ആവും. പക്ഷേ പൈസ കിട്ടാനാണ് പാട്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് $25 ആകുമ്പോൾ പൈസ വിഡ്രോ ചെയ്യാം, ഒന്ന് $100 ആകുമ്പോൾ പൈസ വിഡ്രോ ചെയ്യാം. ഞാൻ എന്തായാലും $100 കൊടുത്തില്ല. $25 കൊടുത്തത് എന്തായാലും ഉപകാരമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കൊടുക്കുമ്പോൾ ഭയങ്കര അക്കൗണ്ട് റീച്ച്, വീഡിയോ റീച്ച് ഉള്ളവരാണെങ്കിൽ $100 കൊടുക്കാം. ഞാൻ $25 കൊടുത്തത്. അത് ഞാൻ സ്റ്റെപ്പ് പറഞ്ഞുതരാം. മോണിറ്റൈസായി നിങ്ങൾ സംഭവം ഫേസ്ബുക്കൊക്കെ നോക്കിയിട്ട് കുറച്ച് ഡയറിക്കകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞുതരാം. അടുത്ത വീഡിയോ ഇട്ട് വേണം പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചാൽ മതി. കുറച്ച് എഴുതിയൊക്കെ വെച്ചിട്ട് കിട്ടണേന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോന്നായിട്ട് ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽ ആയിട്ട് അഡ്രസ്സ് എല്ലാം കൊടുക്കണം. പിന്നെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ, സെറ്റപ്പ്. അങ്ങനെ ആധാർ കാർഡ്, പാസ്ബുക്ക്, ഏത് അക്കൗണ്ടാണോ വേണ്ടത്, ഏത് അക്കൗണ്ടാണോ ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെയാണ് കൊടുത്തത്. അത് ഓരോന്നോരോന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ എല്ലാം സെറ്റായിട്ട് ഏറ്റവും അവസാനം കുറച്ച് ഓപ്ഷൻസോടൊക്കെ ഉണ്ട്. അത് കുറച്ച് പാടെന്നല്ല, നമുക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സെറ്റപ്പ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഞാൻ സ്വന്തമായിട്ടാണ് മോണിറ്റൈസ് ആക്കിയത്. വേറെ ആരുടെയും സഹായം ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല. ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് സെറ്റാക്കിയതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര കാര്യമുള്ളൂ. വീഡിയോസ് ഇടുക, ഫോട്ടോസ് ഇടുക, സ്റ്റോറി ഇടുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മോണിറ്റൈസ് ആവും. ഇത്ര പരിപാടിയുള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത്ര പരിപാടിയുള്ളൂ. യൂട്യൂബ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിനും ഓപ്ഷൻ വരും, നിങ്ങൾക്ക് ഇങ്ങോട്ട് മോണിറ്റൈസ് ആയി. അത്രേ ഉള്ളൂ. സ്റ്റെപ്പ് ആക്കുക. നിങ്ങൾ വീഡിയോസ് പിന്നെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ടാക്സ് ബാങ്ക് അക്കൗണ്ടും ഒക്കെ ആഡ് ചെയ്യേണ്ട ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. മനസ്സിലായി? വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇട്ട് ചെയ്തു തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനത് എന്തൊക്കെ പോയിൻറ്റ്സാണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് പോകേണ്ട, അക്കൗണ്ടൊക്കെ കൊടുക്കേണ്ട എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. പൈസ കയറാനോ ഒരു രക്ഷയില്ലോ. നല്ല പാടെന്നൊക്കെ പറഞ്ഞാൽ നല്ല പാടാണ്. ഞാൻ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ട് 3 വർഷമായിട്ട് കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് പൈസ കിട്ടുന്നത്. യൂട്യൂബിൽ നിന്നൊന്നും പൈസ ഇട്ടിട്ടില്ല, ഒരു കൊളാബും കിട്ടിയിട്ടില്ല, ഇൻസ്റ്റയിൽ ഒന്നുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര പാടായിരിക്കും. $25 ഒരു മാസം $25 ആയാലേ കിട്ടത്തുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അധികം നോക്കിയൊന്നുമില്ല. ഇടയ്ക്ക് കുറേ വീഡിയോ അടുപ്പിച്ചെൻ്റെ റീച്ചായി, നല്ല റീച്ചായി. ഈ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ട്. കുറേ വീഡിയോ അടുപ്പിച്ച് റീച്ചായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ റീച്ചായി ഒരുപാട് കമൻറ്റ്, കുറേ പ്രായമായ ആൾക്കാർ, അങ്ങനെയുള്ളവർ നെഗറ്റീവ് കമൻറ്റ്സ് കൂടുതൽ വന്നാലൊക്കെയാണ്. നല്ല കമൻസും വരും കേട്ടോ, അങ്ങനെയല്ല. നല്ല കമൻസും നെഗറ്റീവ് കമൻസും ഒക്കെ വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് വീഡിയോ റീച്ചാവും. അതിനനുസരിച്ച് ഡോളർ ഇങ്ങനെ പോയിന്റ് ഇപ്പോൾ $1 ആണെങ്കിൽ അതിൻ്റെ പോയിൻ്റായിട്ട് .01, .02 അങ്ങനെ കയറി $1 ആവും. നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ കയറി ഒരു മാസം എനിക്കൊരു $12 കൂടുതൽ കയറി തന്നെ, $12 കയറി. അടുത്ത മാസം അതിൻ്റെ ബാക്കി ഒരു $13, $14 ഒക്കെ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു പൈസ എങ്ങനെ വിഡ്രോ ചെയ്യുക. കുറേ പേര് ഫേസ്ബുക്കിലൊക്കെ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഡ്രോ ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരത്തുള്ളൂ. പക്ഷേ നമ്മൾ വിഡ്രോ ഒന്നും ചെയ്യേണ്ട, നമ്മളെ അക്കൗണ്ട് നമ്പരും എല്ലാം കൊടുത്തിരുന്നാൽ മതി. പൈസ അക്കൗണ്ടിലോട്ട് കയറിക്കോളും, ഓട്ടോമാറ്റിക്കലി കയറിക്കോളും. അവരിട്ടിരുന്നോളും. എനിക്കതറിയത്തില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ അക്കൗണ്ടിലോട്ട് കുറച്ച് $2500 പൈസ വന്നു. എങ്ങനെ ആ സംഭവം ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചു, സംഭവം ഒന്നും എനിക്കറിയത്തില്ല, എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. കുറച്ചാൾ കഴിഞ്ഞ് ഞാനിങ്ങനെ ചുമ്മാ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഈ മോണിറ്റൈസേഷൻ്റെ ഒക്കെ നോക്കി. അപ്പോൾ ഇങ്ങനെ വിഡ്രോ എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞെക്കി നോക്കിയപ്പം പൈസ
ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നു. ഞാൻ പറഞ്ഞേ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ശരിയാ, 2500 ക്രെഡിറ്റ് ആയത് ആ പൈസയായിരുന്നു. എനിക്ക് ശരിക്കും സന്തോഷമായി, ആ പൈസ കയറിയല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിഡ്രോ ഓപ്ഷൻ ഒന്നും കൊടുക്കണ്ട, ഓട്ടോമാറ്റിക്കലി പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും. അപ്പോൾ അവരത് വിഡ്രോ എന്നുള്ള രീതിയിൽ ഹിസ്റ്ററിയിൽ ഇങ്ങനെ വന്നോളും. ഓക്കെ, ഇതാണ് സംഭവം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ സംഭവം. വന്നു കഴിയുമ്പം നമ്മൾ പോയി പൈസ എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ ഇടുക. വീഡിയോയുടെ റീച്ചിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് പൈസ എടുത്തുള്ളൂ. ഇത് വരണം, എന്താ അതിന് പറയുന്നത്, ഇൻട്രാക്ഷൻ വരണം. നിങ്ങളുടെ വീഡിയോക്ക് ഇൻട്രാക്ഷൻ ഉണ്ടോ, അക്കൗണ്ട് കയറിക്കോളും, പൈസ കയറിക്കൊണ്ടിരുന്നോളും, അടിപൊളിയായിട്ട് കയറിക്കൊണ്ടിരുന്നോളും. കഴിഞ്ഞ മാസം ഞാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ഒരു മാസം എനിക്ക് $2 $3 വരെ എത്തിയിട്ടുള്ളൂ. ഇത്രയൊക്കെ വീഡിയോ ഇട്ടിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് മാക്സിമം റീച്ച് ഉണ്ടെങ്കിലേ സംഭവം കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാക്സിമം എനിക്കറിയത്തില്ല, എനിക്കിതുവരെ പ്രശ്നം വന്നിട്ടില്ല. ഈ കോപ്പിറൈറ്റ് ഇഷ്യൂവിനും വിഷയം വന്നിട്ടില്ല. പക്ഷെ ഞാനിപ്പം ശ്രദ്ധിക്കാറുണ്ട്, ഏത് വീഡിയോ ഇട്ടാലും കോപ്പിറൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ഡിലീറ്റ് ആക്കി. പാട്ടിനാണ് കോപ്പിറൈറ്റ് എങ്ങനെ അടിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ ഡൗട്ട് ഉണ്ടാവും, അത് ഞാൻ മാറ്റിത്തരാം. വീഡിയോ ഒന്ന് കട്ടായി പോയായിരുന്നേ, ആ ഡൗട്ട് മാറ്റിത്തരാം. ഓക്കെ, ഇൻസ്റ്റയിൽ നിന്ന് നേരെ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ അതിനകത്തുള്ളൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് ഈ ഫേസ്ബുക്കിലും വീഴുന്നത്. അപ്പോൾ ആ പാട്ടിനാണ് കോപ്പിറൈറ്റ് അടിക്കുന്നത്, മനസ്സിലായോ? ആ പാട്ടിന് നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. ഓക്കെ, അങ്ങനെ കോപ്പിറൈറ്റ് അടിക്കുമ്പോൾ നമ്മളത് ഡിലീറ്റ് ആക്കുക, ഫേസ്ബുക്കിൽ നിന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അത് ഹാഷ്ടാഗ് അടിക്കാൻ ഓപ്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഹാഷ്ടാഗ് ഒക്കെ അടിക്കാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പം പാട്ട് മാറ്റി കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ഇടുക, ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടൊക്കെ ഇടുക, അപ്ലോഡ് ചെയ്യുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. വേറെ ആൾക്കാർ കാണുക, അൽഗോരിതം ബലമായിരിക്കും, ഫേസ്ബുക്ക് അൽഗോരിതം, ആൾക്കാർക്ക് റീച്ച് ആവുക, അതുവഴി കമൻറ്റ് വരിക, നമ്മൾ ഷെയർ ചെയ്യുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഇത്. കുറച്ച് നേരം വേറെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഒരേ രീതിയിലിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ബോറടിക്കത്തില്ലേ, അതുകൊണ്ട് മാറ്റി പിടിക്കാന്ന് വെച്ചാണ്. അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുന്ന കാര്യം. അപ്പോൾ ഫസ്റ്റിലേ നിങ്ങൾ ചിലപ്പോൾ അത് അറിയാത്തവർ ചിലപ്പോൾ ആലോചിക്കും, ഇപ്പം ഫസ്റ്റിലേ കൺഫ്യൂഷൻ ആക്കിയല്ലോ, ഇതെങ്ങനെ ഈ പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കുന്നതെന്നൊക്കെ ചിലപ്പം തോന്നും. ഒന്നുമില്ല, അത് സിമ്പിൾ കാര്യമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രൊഫൈൽ എടുക്കുക. ഞാൻ ഇപ്പോൾ ഈ സ്ക്രീനിൽ ഈ സൈഡിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, ഇത് അക്കൗണ്ട് എടുക്കുക, സെറ്റിങ്സിൽ കയറുക, താഴോട്ട് വന്ന് കഴിയുമ്പോൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് വന്ന് കഴിയുമ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് കാണും. അത് ഓണാക്കിയിട്ടാൽ മതി, അത്രേ ഉള്ളൂ. മനസ്സിലായി? പിന്നെ നമ്മുടെ പ്രൊഫൈൽ കയറി എഡിറ്റിങ് കൊടുത്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ചുമ്മാ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് വേണമെങ്കിൽ അത് പബ്ലിക് ആക്കാം, പ്രൈവറ്റ് ആക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. അത് മെയിനായിട്ട് ഫസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വീഡിയോ ഫോട്ടോസൊക്കെ ഇടുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടുക. ഇപ്പം ഫേസ്ബുക്ക് എങ്ങനെയാണെന്ന് എടുക്കേണ്ടതെന്ന് അറിയാത്ത കുറേ ആൾക്കാർ കാണും. അവർക്ക് ഈ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യാം. ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയാണ് മെയിൽ ഐ ഡി കാര്യങ്ങൾ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, എങ്ങനെയാണ് സംഭവങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവർക്കും മോണിറ്റൈസ് ആവും, ആർക്ക് വേണേലും മോണിറ്റൈസ് ആക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പൈസ കിട്ടാനാണ് പാട്. നിങ്ങൾ ആഴ്ചയിലൊരു 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസത്തിലൊരു 10 വീഡിയോയെങ്കിലും മിനിമം ഇടുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാലും മതി. അപ്പോൾ നിങ്ങളുടെ ചാനൽ ഓട്ടോമാറ്റിക്കലി മോണിറ്റൈസ് ആവും. അതല്ലാതെ പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ റീച്ചുള്ള വീഡിയോസൊക്കെ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ട് ആദ്യമേ ചെറിയ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 3 സെക്കൻഡില്ലേ, അത് നമ്മൾ മെയിൻ ടോപ്പിക്കായിട്ട് വെക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ആൾക്കാർക്ക് കാണാൻ തോന്നണം. അങ്ങനത്തെ കുറച്ച് ക്ലിപ്പുകളൊക്കെ വെച്ചിട്ട് ബാക്കി വീഡിയോ ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടെ വ്യൂ ഒക്കെ കയറും. എൻ്റെ ചില ഷോർട്സൊക്കെ 1 മില്യൺ അടിച്ചിട്ടുണ്ട്, 2 മില്യൺ 1 മില്യൺ ഒക്കെ അടിച്ചിട്ടുണ്ട്. ആ സമയത്താണ് എൻ്റെ ഡോളർ കൂടിയത്. $12 $13 ഒക്കെ ആയത് ഒരു മാസം. കഴിഞ്ഞ മാസം ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് ആകെ $3, $2.5 $3 അങ്ങോട്ട് ആയിട്ടുള്ളൂ ഒരു മാസം. വീഡിയോ റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് റീച്ച് ഇല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ ആൾക്കാർ കൂടുതൽ ഇൻവോൾവ് ആവുന്ന രീതിയിൽ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ
ഇപ്പം ഷോർട്സ് റീൽസ് പോലുള്ള അത് മാത്രം ഇടാനല്ല, നിങ്ങൾക്ക് ലോങ് വീഡിയോസൊക്കെ ഇടാം. ലോങ് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ ഇടുക. ഇപ്പം ഞാൻ ഡ്രോയിങ് ആയതുകൊണ്ട് ഡ്രോയിങ് വീഡിയോ ആയിരിക്കും കൂടുതലായിട്ട് വരിക. പിന്നെ ബാക്കി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ, സംഭവങ്ങളൊക്കെ ഇടും. അങ്ങനെ കുറച്ച് റീച്ചൊക്കെ കയറിയതാണ്. ഞാൻ ഈ വരയ്ക്കാൻ തുടങ്ങിയ സമയത്തൊന്നും ഇങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. കുറേയൊക്കെ കഴിഞ്ഞ് ഞാൻ വെറുതെ യൂട്യൂബിലും ഫേസ്ബുക്കിൽ അങ്ങനെ അതുമായിട്ട് കയറി ഇടാറില്ല. യൂട്യൂബിലും ഇൻസ്റ്റയിലും ഞാൻ കയറി ഇടാറുണ്ട്. സ്ഥിരം 2 വീഡിയോ 1 വീഡിയോ ഒക്കെ ഇടാറുണ്ട്. പിന്നെ ലാഗായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ പോലെ റീച്ച് പോകും. ഞാനിവിടം വരെ വരച്ചെത്താൻ കാരണം തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബാലനാണ്. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പെൻസിലും കാര്യങ്ങളും എല്ലാം എനിക്ക് മേടിച്ച് തന്ന് ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു വരച്ചു തരാൻ. അങ്ങനെ വരച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. വീട്ടിൽ നിന്നൊന്നും എനിക്ക് അങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജോലിയൊക്കെ റിസൈൻ ഇടുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നാട്ടുകാരൊക്കെ എന്ത് പറയും എന്നുള്ളൊരു ഇതൊക്കെയാണ്. എനിക്ക് പിന്നെ നാട്ടുകാരെ നോക്കി ജീവിക്കേണ്ട കാര്യം എനിക്കൊന്നുമില്ല. എനിക്കത് പണ്ടേ മനസ്സിലായ കാര്യമാണ്. ബാക്കി ആൾക്കാരെ നോക്കി നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തിഷ്ടപ്പെടുന്നോ അത് ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. അങ്ങനെ ജോലി റിസൈൻ ഇട്ട് വന്നതാണ്. അതിനുശേഷം ഞാൻ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. A4 സൈസ്, നിങ്ങൾക്കിപ്പം ഡ്രോയിങ് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. A4 സൈസ്, A3 സൈസ്, ഏത് സൈസിൽ വേണമെങ്കിലും നമ്മൾ വരച്ച് കൊടുക്കും. ഡ്രോയിങ് വരച്ച് കൊടുക്കും. വീഡിയോ ഇടുമ്പോൾ റീച്ച് കിട്ടിയില്ല, വീഡിയോ ആരും കണ്ടില്ല, വ്യൂ കയറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാതെ നിർത്തിപ്പോകരുത്. മനസ്സിലായോ? വീഡിയോ അങ്ങനെ നമ്മൾ നിർത്തിപ്പോകരുത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കണം. അതാണ് മെയിനായിട്ട് വേണ്ട കാര്യം. കണ്ടിന്യൂസ് ആയിട്ട് ഇടുക എന്നുള്ളതാണ്. നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത്. വീഡിയോ കയറിയില്ല, ഒന്നും കയറിയില്ല, ആരും ഇതില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്താതിരിക്കുക. നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കയറും. അങ്ങനെയാണ് വേണ്ടത്. ഞാൻ ഫേസ്ബുക്ക് മോണിറ്റൈസ് ചെയ്യിക്കാനായിട്ട് മോണിറ്റൈസ് ചെയ്യാൻ മറ്റേ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ വേണ്ടി കുറേ പേരെ വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബിൽ. അവരൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു വട്ടം നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. അവരുടെ പുറകെ നടക്കണം, മെയിൽ അയക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. എനിക്ക് പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പോസിറ്റീവ്. അങ്ങനെയൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോർമലായിട്ട് ചെയ്താൽ മതി. എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ മോണിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റിൻ്റെ അടിയിലൊന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ അവർ ചോദിക്കും. അതിനനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് പോവാന്നുള്ളതാണ്. പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, അഡ്രസ്സൊക്കെ വീണ്ടും ചോദിക്കും. പിന്നെ ടിക്കറ്റ് കൊടുക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് വരുമ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുക്കാണ്ടാത്ത കാര്യങ്ങളുണ്ട്. ഇനി $25, $100 ഉണ്ട്. അത് ആവശ്യമുള്ള ടിക്കറ്റ് കൊടുക്കുക. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ടിക്കറ്റ് കൊടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ $25 കൊടുക്കുന്നതായിരിക്കും ഉത്തമം. അപ്പം അങ്ങനെ ചെയ്യുക. അങ്ങനെ പാൻ കാർഡ് മുമ്പേ പറഞ്ഞ പോലെ തന്നെ, ഇത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. പാൻ കാർഡ് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പേപ്പറിനകത്ത് എഴുതി വെക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എല്ലാ സാധനങ്ങളും ഞാൻ എഴുതി വെച്ചിട്ട് അപ്പോൾ തന്നെ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻ നമ്പർ എല്ലാം ചോദിക്കും. പിൻ നമ്പർ നമ്മുടെ ആധാർ കാർഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നല്ലത്. അഡ്രസ്സൊക്കെ അത് നോക്കി ടൈപ്പ് ചെയ്ത് വിടാം. നമുക്കൊരു ചെറിയ പേടിയൊക്കെ കാണും, ടൈപ്പ് ചെയ്യാൻ നേരത്ത് തെറ്റോ എന്നൊക്കെ. പേടിക്കേണ്ട. ആധാർ കാർഡ് എടുക്കുക, അടുത്ത് വെക്കുക, അത് നോക്കി ടൈപ്പ് ചെയ്യുക. ഓക്കെ. അതിനായിട്ട് നിങ്ങളുടെ ഫോട്ടോയുടെ ആയാലും വീഡിയോയുടെ ആയാലും അടിയിൽ കമൻറ്റ് ഇടുന്നവർക്ക് റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. റിപ്ലൈ കൊടുക്കുക. അപ്പം റിപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് വീണ്ടും കമൻറ്റ് ഇടാനായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയാണ് ഇൻട്രാക്ഷൻസ് വരുന്നത്. കമൻറ്റ് കൂടുതൽ വരിക, അതിന് റിപ്ലൈ കൊടുക്കുക. അപ്പം കൂടുതൽ ഇൻട്രാക്റ്റ് ആവും, കൂടുതൽ റീച്ച് ആവും, കൂടുതൽ ഷെയർ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഓക്കെ ആവും. അതാണൊരു മെയിൻ കാര്യം. ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കയറുമ്പം ബാക്കിയുള്ളവരുടെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പം നമുക്കൊരിത് തോന്നും, അയ്യോ നമ്മളെയൊക്കെ കുറച്ച് വ്യൂ ഉള്ളെന്നൊക്കെ തോന്നും ചില സമയത്ത്. ശരിയാണ്. അത് ഏറ്റവും കൂടുതൽ വ്യൂ ഒക്കെ വരുന്നത് മീൻ പിടിക്കുന്നതിന്, പിന്നെ വലിയ വലിയ പടങ്ങൾ വരയ്ക്കുന്നതിന്, അടിപൊളി ചിത്രങ്ങൾ വരയ്ക്കുന്നതിന്. എനിക്ക് ചിത്രങ്ങൾ കൂടുതൽ വീഡിയോ വരുന്നത് ഞാൻ വരയ്ക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അല്ലാതെ ഫൈറ്റ്, പിന്നെ CCTV ഫുട്ടേജ്, ആക്സിഡൻറ്റ്, ഇതൊക്കെ ഇങ്ങനത്തെ കുറേ വീഡിയോ ഒക്കെ എല്ലാവരും എടുത്തിരും ഈ റീച്ചിന് വേണ്ടി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ. പിന്നെ ഉള്ളത് ഫാമിലി
ഫാമിലി വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നല്ല റീച്ച് കിട്ടും കേട്ടോ. അപ്പം ഭാര്യ, ഭർത്താവ്, മക്കൾ അങ്ങനെയുള്ളവർക്കൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെയൊക്കെ വീഡിയോ കാണാൻ നല്ല ആൾക്കാരാണ്. കാരണം മക്കളുടെയൊക്കെ വെച്ച് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ക്യൂട്ട്നെസ്സും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ആ ഒരു ഫാമിലി സെറ്റപ്പ്, ഒരു ഫാമിലി വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്കൊരു രസമാണ്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ വീഡിയോ ചെയ്യാൻ നോക്കുക. അതാണ് വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് റീൽസ് അപ്ലോഡ് ചെയ്യാൻ അറിയത്തില്ല, പോസ്റ്റ് ഇടാൻ അറിയത്തില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ പറയുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞാനത് വിശദമായി പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ആർക്ക് വേണമെങ്കിലും പറ്റും, ആരെ കൊണ്ടും പറ്റും. പൈസ കിട്ടാനാണ് പാട്. നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വേണ്ടത് ഒരു മെയിൽ ഐ ഡിയോ വേണം, ഒരു ഫോൺ നമ്പർ. അത് വെച്ചിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് എടുക്കുക, അത് പ്രൊഫഷണലാക്കി ഇടുക, അതിൽ വീഡിയോ ഇടുക, ഫോട്ടോ ഇടുക, സ്റ്റോറി ഇടുക, കമൻ്റ് ഇടുന്നവർക്ക് അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കുക. ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു നാൾ നിങ്ങൾക്ക് മോണിറ്റൈസ് ആവും. വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? നല്ല നല്ല ഫോട്ടോ വീഡിയോ കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ മക്കളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അവരെ വരയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്തു കൊടുക്കുള്ളൂ. എന്ത് വരയ്ക്കുന്ന മാത്രമല്ല, എന്ത് കഴിവാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പഠിക്കുക എന്ന് മാത്രമുള്ളതല്ല, ബാക്കിയുള്ള കാര്യങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതും അവർക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും കുട്ടികളെയൊക്കെ ഡ്രോയിങ് പഠിപ്പിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇത് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓൺലൈനായിട്ട് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഡ്രോയിങ്ങിൻ്റെ. ചെറിയ അവരെ സപ്പോർട്ട് ചെയ്യുക, ചെറിയ ടിപ്സ് കാര്യങ്ങൾ കൊടുക്കുക. കുറച്ച് കയറി വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ക്ലാസ്സിൽ പറഞ്ഞാൽ മതി, ഞാൻ എടുത്തു തരുന്നതായിരിക്കും. ഒരു റേഞ്ചിലായിരിക്കും, കുറച്ച് പൈസ ആവത്തുള്ളൂ. ഓരോരോ ക്ലാസ്സിന് 1 മണിക്കൂർ 1.25 മണിക്കൂർ ക്ലാസ് ആയിരിക്കും. അതിനനുസരിച്ച് ഒരു 300 രൂപയ്ക്കുള്ളതായിരിക്കും ഒരു ക്ലാസ്സിന്. അത് നമ്മുടെ ടൈമാണല്ലോ, നമ്മൾ കൊടുക്കുന്ന ടൈം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പിള്ളേരെ കുറച്ച് ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പൈസ കിട്ടിയതിൽ. ഇനിയും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്ക് മാസം ഒരുപാട് പൈസ ഒന്നും ഇങ്ങനെ വരുന്നില്ല. എനിക്ക് എങ്ങനെയോ പൈസ കിട്ടിയതാണ് ഫേസ്ബുക്കിൽ നിന്ന്. കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമായിട്ട്, റീച്ച് ആയതിൻ്റെ ഒരു ഫലമായിട്ട് എനിക്ക് കിട്ടിയ പൈസയാണ് ഈ 2500 രൂപ എന്ന് പറയുന്നത്. എനിക്കൊരു 3 മാസത്തെ പൈസ കൂടെ കയറാനുണ്ട്. ഒരു സെയിം പൈസ ഇതുപോലെ തന്നെ കയറാനുണ്ട്. ഇപ്പോൾ എത്ര നോക്കിയിട്ടും വീഡിയോ റീച്ച് ആവുന്നില്ല. പക്ഷെ നമ്മൾ റീച്ച് ആക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം